പോലീസിന് പിന്നാലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും മർദ്ദന ആരോപണം. 5 വർഷം മുൻപ് നേരിട്ട ക്രൂരമർദ്ദനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് പൊതുപ്രവർത്തകനായ മലപ്പുറം നിലമ്പൂർ അകമ്പാടം സ്വദേശി ബൈജു ആൻഡ്രൂസ് രംഗത്തെത്തി. ഭയം കൊണ്ടാണ് പുറത്തു പറയാതിരുന്നത് എന്നും മർദ്ദനത്തിന് ശേഷം നിത്യരോഗി ആയെന്നും ബൈജു 24നോട് പ്രതികരിച്ചു. പൊതുപ്രവർത്തകനായ ബൈജു ആൻഡ്രൂസിന്റെ സുഹൃത്തിനെ തോക്കുപയോഗിച്ച് മാനിനെ വെടിവെച്ച കേസിൽ 2020 വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതേ കേസിൽ അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ബൈജുവിനെ എന്തിന് കസ്റ്റഡിയിലെടുത്തുവെന്ന വിവരം പോലും കൈമാറാതെ 4 വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരനും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ബൈജു 24നോട്. അവരുടെ റൂമിന്റെ ഉള്ളിലേക്ക് തള്ളിയിട്ടിട്ട് ഒരു കട്ടിലിനകത്തോട്ട് കൊണ്ട് എന്നെ കട്ടിലേക്ക് മറിച്ചിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. എൻ്റെ തലക്കടിക്കുകയും എന്നെ വളകടിക്കുകയും കുനിച്ചു നിർത്തി എന്നെ എൻ്റെ മുതുകത്ത് ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അവിടെ കിടന്ന ഒരു തടിക്കഷ്ണം ഉപയോഗിച്ചിട്ട് ഇവരെൻ്റെ തലയ്ക്ക് ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കോവിഡ് കാലമായതുകൊണ്ട് കോടതി ഓൺലൈനായിരുന്നു. പേടികൊണ്ട് മർദ്ദിച്ചത് പറഞ്ഞില്ല. കുന്നംകുളത്തെ സംഭവമാണ് തുറന്നു പറയാൻ ധൈര്യം തന്നത്. മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും ഉടൻ പരാതി നൽകും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം എല്ലാവരുടെ മുന്നിൽ പറയാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്. രേഖാമൂലം പരാതി കാര്യങ്ങളൊന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാനിന്ന് ഇപ്പം അതിൻ്റെ ഒരു നിയമോപദേശവും കാര്യങ്ങളൊക്കെ തേടിയിട്ടിരിക്കുകയാണ്. പരാതിയായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. പോലീസിന് കൊടുക്കണം, അതുപോലെ മുഖ്യമന്ത്രിക്ക് കൊടുക്കണം, പിന്നെ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട സംഗതിക്ക് എല്ലാം പറയുന്നു. കേസ് ഇപ്പോഴും കോടതിയിലുമാണ്. വിപിൻ സി വിജയൻ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.